ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു, പക്ഷെ അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതായത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കല്ലോ. എസ്പെഷ്യലി അവർക്ക് ദേഷ്യം കൂടുതലാണ്, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ തിരിച്ചു വന്നിട്ടും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പെരുമാറ്റം അവരിൽ മാറ്റം വന്നിട്ടില്ല. അവരതേ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധിക്കുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന രണ്ട് പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. നോക്കാം. ഒന്നാമതായി, ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജേർണൽ എടുത്ത് സ്ക്രിപ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഹൗ യു വാണ്ട്, ആ ഒരു പേഴ്സൺ എങ്ങനെ നിങ്ങളോട് പെരുമാറണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എന്തെല്ലാം രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നുള്ളത് കൃത്യമായി സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ദേഷ്യമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ദേഷ്യം കൂടുതലാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രോബ്ലം ആണ്. സോ നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ ആണ് വേണ്ടത്. ആ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ ജേർണലിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്. അവർക്ക് ദേഷ്യം കൂടുതലാണ്, അത് കുറയണം, ഇങ്ങനെയല്ല എഴുതേണ്ടത്. പകരം എന്നോട് വളരെ സൗമ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നു, അല്ലാതെ ദേഷ്യം എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ തോട്ട്സും ആ കാര്യത്തിലേക്ക് തന്നെ പോവും. വീണ്ടും മാനിഫെസ്റ്റേഷൻ ഡിലേ ആവും. സോ അങ്ങനെ ചെയ്യരുത്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അവരുടെ പെരുമാറ്റത്തിൽ എന്ത് ചേഞ്ച്, എന്ത് മാറ്റമാണോ വരേണ്ടത്, അതാണ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്. ഒരു തവണ നിങ്ങളുടെ ജേർണൽ എടുത്ത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ തന്നെ അത് സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ റിട്ടേൺ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ജേർണൽ എടുത്ത് അതൊന്ന് ജസ്റ്റ് വായിക്കുക, എന്നിട്ട് അതാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇനി വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസിൽ ഇരുന്നാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ നിങ്ങൾക്ക് കാമായിട്ടിരിക്കാൻ, വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം, സമയം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണോ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അത് കൃത്യമായി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു, പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. വീണ്ടും ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അധികം സമയം എടുക്കില്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിലനിർത്തുകയും വേണം. സോ ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ആദ്യം സ്ക്രിപ്റ്റിംഗ് ചെയ്യുക, അതിനുശേഷം എന്താണോ സ്ക്രിപ്റ്റിംഗ് ചെയ്തത് അത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടിയുണ്ട്. സോ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ വേണ്ട ആളുകൾ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബിഹേവിയർ അഫർമേഷൻ എന്നുള്ളതൊന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അഫർമേഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അതുകൂടി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ബിഹേവിയർ അഫർമേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക. എനിവേസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഈ പറഞ്ഞ ടെക്നിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്താണ് ഡൗട്ട് എന്നുള്ളത് ക്ലിയർ ചെയ്ത് തരും. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്